ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓറഞ്ച് സോൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ ഇതൊരു പുതിയ അറിവാണ്. കുറേ കൊല്ലമായി വണ്ടി ഓട്ടിക്കുന്നു, പക്ഷേ ഇതുവരെ ഇങ്ങനൊരു ഒരു ഇൻഫർമേഷനെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ഈ ഹെഡ്ലൈറ്റ് ലെവൽ സ്വിച്ചർ ഉണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റും. ഇത് ആൾട്ടോ ആണ് മോഡൽ, അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ താഴെയായിട്ട് കാണാൻ പറ്റുന്ന സാധനമാണ്. ഇതിൽ 0, 1, 2, 3, 4 എങ്ങനെയുണ്ട്. ഇതിൽ ആദ്യം ഇപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ബീം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു സാധനമാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. അതായത് അതിൻ്റെ ആ ഒരു ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ആക്ച്വലി ഇതിൻ്റെ യൂസ് അങ്ങനെയല്ല. ഇതിൻ്റെ യൂസ് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലുള്ള വെയിറ്റ്. അപ്പോൾ നമുക്കിത് ഹെഡ്ലൈറ്റ് ലെവൽ സ്വിച്ചിൻ്റെത് നമ്മൾ ശരിക്കും ആക്ച്വലി നമ്മുടെ ലോഡിങ് കണ്ടീഷൻ എങ്ങനെയാണ്, വണ്ടിയുടെ ലോഡിങ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വണ്ടി പെട്രോൾ മോഡലാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് 0-ലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഡ്രൈവർ പ്ലസ് 1 പാസഞ്ചർ, കോ പാസഞ്ചർ ഫ്രണ്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അതും 0-ൽ തന്നെയാണ് വെക്കേണ്ടത്. ഡ്രൈവർ പ്ലസ് 4 പാസഞ്ചേഴ്സ് കാർഗോ ഇല്ല എന്നുണ്ടെങ്കിൽ അത് 1-ലേക്ക് സെറ്റ് ചെയ്യാം. ഡ്രൈവർ പ്ലസ് 4 പാസഞ്ചേഴ്സ് പിന്നെ കാർഗോ കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് 2-ലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഡ്രൈവർ പ്ലസ് പാസഞ്ചേഴ്സ് പ്ലസ് കാർഗോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് 4-ലേക്കും സെറ്റ് ചെയ്യാവുന്നതാണ്. 4, 3 എന്നിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ CNG മോഡൽ ആകുമ്പോൾ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാവും. CNG മോഡൽ ആകുമ്പോൾ ഡ്രൈവർ ഓൺലി ആകുമ്പോൾ അത് 0-ലും, ഡ്രൈവർ പ്ലസ് പാസഞ്ചർ 1 പാസഞ്ചർ ഇൻ ഫ്രണ്ട് സീറ്റിലാണെങ്കിൽ അതും 0-ൽ തന്നെയാണ് വേണ്ടത്. ഡ്രൈവർ പ്ലസ് 3 പാസഞ്ചേഴ്സ് നോ കാർഗോ ആണെന്നുണ്ടെങ്കിൽ അത് 2-ലേക്കും 1-ലേക്കും സെറ്റ് ചെയ്യാവുന്നതാണ്.